കംസമഹാറാണിക്ക് നമോ ആകം. വരൂ വരൂ. ഇന്നെന്താ വരാൻ വൈകുന്നതെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഈ കുബ്ജ മാത്രമല്ല, മധുരാനഗരി ആകെ ഇന്ന് വൈകി മാത്രമേ ഉണർന്നിട്ടുണ്ടാവുകയുള്ളൂ. ഇത്രയും പകിട്ടുള്ള പരിണയമൊന്ന് മധുരാപുരി കണ്ടിട്ടുണ്ടാവില്ല എന്നോളം. എന്നിട്ടെന്ത് കാര്യം? നൽകാവുന്നതിലപ്പുറം നൽകി കൊട്ടിഘോഷിച്ച് പരിണയം നടത്തി വിട്ടതിന് തക്ക ശിക്ഷ കിട്ടിയല്ലോ മഹാരാജന്. കേട്ടു ഈയുള്ളവളും. കഷ്ടം. സ്വന്തം കരങ്ങളാൽ രഥം തെളിച്ചു പോകുമ്പോൾ തന്നെ അശരീരി ഉണ്ടായത് ഒരു തരത്തിൽ അതിക്രൂരം, ദയനീയം. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തുണയ്ക്കും. ഒന്നും സംഭവിക്കില്ല മഹാരാജന്, അല്ലേ മാലിനി? പ്രദസ്തേ ദേവി, ഭവതി മാത്രമാണ് ഈ ഉള്ളവളെ ഇപ്പോഴും മാലിനി എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഇപ്പോഴും ഇവൾ കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര. ശരിയാണ്, എല്ലാവരും മാലിനി അങ്ങനെ വിളിക്കുമ്പോൾ സങ്കടം തോന്നും നമുക്ക്. കുബ്ജ എന്നാൽ കൂനുള്ളവൾ. രോഗം സമ്മാനിച്ച വൈകല്യത്തിൽ നിന്നും ഒരു വിളിപ്പേരുണ്ടാക്കിയെടുത്ത മാലോകരുടെ മനം കാഠിനം. മാലിനി, എനിക്കിപ്പോഴും നീ ആ പഴയ മാലിനി തന്നെയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ നാം നിന്നെ ആദ്യം കണ്ട മുഹൂർത്തം? മാലിനിയുടെ വേളി ഉറപ്പിക്കുന്ന നാൾ. അന്നാണ് നാം ആ മന്ദിരത്തിലേക്ക് ആദ്യം എത്തുന്നത്. സൈരന്ധ്രി വൃത്തിയിൽ വിദൂഷിയായ മാലിനിയുടെ അമ്മ നമ്മെ നിർബന്ധിച്ച് ആനയിക്കായിരുന്നു അവിടേക്ക്. സുഗന്ധം പരത്തുന്ന വൃക്ഷലതാദികൾ തിങ്ങിപ്പടർന്ന വനികയുടെ മധ്യത്തിൽ ഒരു ചെറു മന്ദിരം. വാസന തൈലങ്ങളുടെ മതപര ഗന്ധം വീശിയടിക്കുന്ന മുറിയൊന്നിൽ ചന്ദന സിന്ദൂര കുങ്കുമാദികൾ വർണ്ണം വിതറിയ തൽപ്പത്തിൽ ഒരു പൂങ്കുരുന്നു പോലെ മാലിനി. കൗമാരം കതിരിട്ട് നിന്ന കണ്ണുകളിൽ തെല്ലു ഭയം, ലജ്ജ. പക്ഷേ ഒന്ന് നാം ശ്രദ്ധിച്ചു, മുഖത്താകെ പടർന്നിരുന്ന കുലീനത. മധുരയിലെ ഏത് രാജകന്യയ്ക്കും അസൂയ തോന്നിപ്പിക്കും വിധമുള്ള മുഖശ്രീ. മാലിനി, എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ അറിയാ രോഗം ഒന്നിന്റെ പിടിയിലമർന്ന് ഈ വിധമായി പോവുമായിരുന്നു ഒന്നിന്റെ രൂപം. ഒക്കെ നേരെയാകും. നാം പറഞ്ഞില്ലേ, ഒക്കെ നേരെയാകും. ഇല്ല, ഇനി ഒരിക്കലും ഈ ഉള്ളവൾക്ക് ആ രൂപത്തിലേക്ക് തിരിച്ചെത്താനാവില്ല മഹാറാണി. ലോകം വെറുത്താലും ഈ രൂപം എനിക്കിഷ്ടമാണിപ്പോൾ. കുനിഞ്ഞ ശിരസുമായി കൈകളിൽ കുറുക്കൂട്ടുകളുടെ തലവുമേന്തി കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ നടക്കുന്ന ഈ സാധു ജീവിക്ക് ഇനി സ്വപ്നങ്ങളില്ല. ഈ ഉള്ളവളെ ഇഷ്ടപ്പെടുന്നവർ കുറവെങ്കിലും ഈ ഉള്ളവൾക്ക് ഇഷ്ടപ്പെടാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് ചുറ്റും. മനം മയക്കുന്ന നിറക്കൂട്ടുകൾ, മണം പരത്തുന്ന മരങ്ങൾ, പൂക്കൾ, തുറന്നു വെച്ച കുങ്കുമച്ചെപ്പ് പോലുള്ള ഉദയസൂര്യൻ, ചന്ദനക്കിണ്ണം പോലുള്ള വെണ്ണിലാ ചന്ദ്രൻ. നിറമിഴും കാഴ്ചകൾ ഇവയ്ക്കിടയിൽ നിറം ചോർന്നു പോയൊരു ചാന്ത് ചിമിഴു പോലെ ചരിഞ്ഞു ചാഞ്ഞങ്ങനെ ജീവിച്ചു കൊള്ളും മാലിനി. അല്ല, കുബ്ജ. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. കഷ്ടം. മുഖത്ത് പ്രസാദം തീരെയില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. പ്രസാദം കാണാത്തത് പ്രദസ്തി ദേവിയുടെ വദനത്തിലാണ്. ദേവഭാഷിത വൃത്താന്തം പറഞ്ഞ ശേഷം ഒരു ഒളിമങ്ങൽ മുഖത്ത്. എന്താ ഭയണ്ടോ ഉള്ളിൽ? വേണ്ട, തെല്ലും വേണ്ട ഭയം. ദേവകിയുടെ അഷ്ടമജാതനെന്നല്ല, ഒരു പുത്രനും വധിക്കാനാവില്ല കംസനെ. പകരം അവർ ഓരോരുത്തരും ഈ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞൊടുങ്ങും ജനിച്ചയുടൻ.